അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ഉൾപ്പെടാനും മുസ്ലിങ്ങളാകാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ മുസ്ലിമായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് എന്നിടക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. ഇസ്ലാമിനെ അംഗീകരിച്ച ആളുകളാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പ്രവാചകനായും ഇസ്ലാമിനെ ദീനായും അംഗീകരിച്ച ആളുകളാണ് മുസ്ലിം സമൂഹം. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, ഇലാഹായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകനെ നമ്മുടെ റസൂലായി പരിഗണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിനെ ദീനായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഖുതുബയിൽ വിശദീകരിക്കാൻ പ്രയാസമുണ്ട്. അതേസമയം അതിൻ്റെ ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുക, അള്ളാഹുവിനെ മാത്രം ഇലാഹായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ഒരു ദൈവമുള്ളതുപോലെ നമ്മുടെ ഒരു ദൈവമായി അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. സ്രഷ്ടാവായിട്ട് അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നു, സൃഷ്ടിക്കുന്നവനായി അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു, മരിപ്പിക്കുന്നവനായി അംഗീകരിച്ചിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ യഖൂലന്ന അല്ലാഹ്. മക്ക മുശ്രിക്കുകളോട് അള്ളാഹു ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. ആരാണ് ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും തീർച്ചയായും അല്ലാഹ്. ആരാണ് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് സസ്യങ്ങൾ മുളപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹു എന്ന്. ഇത് വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. സ്രഷ്ടാവായി അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നു. അതേസമയം ആ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നവർ അംഗീകരിച്ചിരുന്നില്ല. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? അവർക്ക് വേണമെങ്കിൽ അള്ളാഹുവിന് ദൈവമായി അംഗീകരിച്ചിരുന്നു. അള്ളാഹുവും ഒരു ദൈവമാണ്. ഇസ്ലാം വിരുദ്ധരായ ആളുകൾ പോലും പറയുന്നത് അറബികളുടെ ദൈവമായിരുന്നു അള്ളാഹു എന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് പറഞ്ഞത്, ആ അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് ഉണ്ടാകാൻ പാടില്ല. ആ അല്ലാഹു അല്ലാതെ ബിഹഖ് യഥാർത്ഥത്തിൽ ഇലാഹായി വേറെ ആരുമില്ല എന്നതായിരുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എങ്ങനെ ആകണം എന്നോട് കൽപ്പിക്കാനുള്ള പരമാധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റാർക്കും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആരാധിക്കുന്ന ശക്തി അള്ളാഹു മാത്രമായിരിക്കണം എന്നതിൽ പരിമിതമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരൊരുപാട് അള്ളാഹുവിനെ ദൈവങ്ങൾ ആരാധിച്ചിരുന്നു. ഇത്ര വലിയ പുകിലൊന്നും നബിയോട് അവർ കാണിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം പ്രഖ്യാപിക്കുക വഴി പറഞ്ഞത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ജീവിതം എന്താകണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം അല്ലാഹു തആലക്ക് മാത്രം വകവെച്ചു കൊടുക്കണം എന്നായിരുന്നു. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ കാരണമാക്കിയ കാര്യം. അവരെ മാത്രമല്ല, മുൻകാല സമൂഹങ്ങളൊക്കെ നിഷേധിച്ചത് ആ കാര്യത്തിലായിരുന്നു. സൂറത്ത് യാസീൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 3 പ്രവാചകന്മാർ ഒരു ജനതയിലേക്ക് ചെന്നപ്പോൾ ആ ജനത പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, വമാ അൻസല റഹ്മാനു മിൻ ശൈ. കാരുണ്യവാനായ അല്ലാഹു ഉണ്ട്, പക്ഷെ അവനൊരു സന്ദേശം ഇറക്കിയിട്ടില്ല എന്നായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ
എൻ്റെ ജീവിതത്തിൻ്റെ പരമാധികാരം എന്നെ പടച്ച അല്ലാഹു തആലാക്ക് മാത്രമാണ് എന്ന് അംഗീകരിക്കലായിരിക്കണം. അതിന് ഇസ്ലാം പഠിപ്പിച്ച ന്യായം, സൃഷ്ടിച്ചതാരാണ്? ആ സ്രഷ്ടാവിനാണ് സൃഷ്ടികൾ എങ്ങനെയായിരിക്കണം എന്ന് കൽപ്പിക്കാനുള്ള അധികാരം. അലാ ലഹുൽ ഖൽഖ് വൽ അംർ. ആർക്കാണോ സൃഷ്ടിപ്പിൻ്റെ പരമാധികാരമുള്ളത് ആ സ്രഷ്ടാവിനാണ് സൃഷ്ടികൾ എങ്ങനെ ജീവിക്കണമെന്ന് കൽപ്പിക്കാനുള്ള അധികാരം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അങ്ങനെ മനുഷ്യരോട് കൽപ്പിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. ഒരാൾ എങ്ങനെ ജീവിക്കണം, അയാളുടെ കുടുംബജീവിതം എന്തായിരിക്കണം, അയാളുടെ വ്യക്തി ജീവിതം എന്തായിരിക്കണം, അയാളുടെ സാമ്പത്തിക ഇടപാട് എന്തായിരിക്കണം, അയാളുടെ രാഷ്ട്രീയ രംഗം എന്തായിരിക്കണം, അയാളുടെ സാമൂഹികമായ കാര്യങ്ങൾ എന്തായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ അധികാരം ആരാണോ അയാളെ പടച്ചത് ആ അല്ലാഹു തആലക്ക് മാത്രമായിരിക്കണം എന്നാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ വരേണ്ടി വന്നത്. അല്ലെങ്കിൽ കേവലം ഒരു ദൈവം എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിനെ കണ്ടിരുന്നതെങ്കിൽ നിസ്കരിക്കാനും നോമ്പ് വെക്കാനൊക്കെ ഉള്ള 4-5 കാര്യങ്ങൾ പഠിപ്പിച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിച്ചാലും എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് ഖുർആനിൽ കാണാൻ കഴിയില്ല. 6000 ചില്ലാനും ആയത്തുകളുണ്ട്. അതിൽ നിസ്കാരത്തിൻ്റെ രീതി വിശദീകരിച്ചിട്ടില്ല. അതേസമയം അക്കൗണ്ടിങ് എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് പണമിടപാടുകൾ എങ്ങനെ നടത്തണമെന്ന് ഒരു പേജോളം വരുന്ന ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ ഒരു വ്യവസ്ഥ കൂടി നൽകിയിട്ടുണ്ട്. അതാണ് ഇസ്ലാം. ആ വ്യവസ്ഥ അംഗീകരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നത്. ഒരാൾ ആ വ്യവസ്ഥയെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, അതിൻ്റെ വിശദീകരണമായി വന്ന പ്രവാചകൻ്റെ ഹദീസുകളും ആ ശരീഅത്തിൻ്റെ വിശദീകരണങ്ങളാണ്. ശരീഅത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചില വിവാഹ അല്ലെങ്കിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ശരീഅത്തിലെ പ്രധാന ഘടകമാണ്. അതുപോലെ ശരീഅത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ്. ഇന്നലെ ഞാൻ സൂറത്ത് നൂർ ഓതിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശരീഅത്ത്, ഒരുപാട് ശരീഅത്ത് നിയമങ്ങൾ സൂറത്ത് നൂറിലുണ്ട്. അതിലൊരു ശരീഅത്ത് നിയമമായിരുന്നു എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഭക്ഷണം അന്യായമായി കഴിക്കരുത് എന്ന് ആയത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കാൻ ഭയപ്പെട്ടു. ആരുടെയും ഭക്ഷണം കഴിക്കാൻ പേടിയായി സഹാബാക്കൾക്ക്. അപ്പോൾ അല്ലാഹു തആല എണ്ണി പറഞ്ഞു, ഇന്നയിടത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങളെ ക്ഷണിച്ച ഭക്ഷണം കഴിക്കാം. ഒരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോയി ഭക്ഷണം കഴിച്ച് പോരുന്നത് ശരീഅത്തിന് വിരുദ്ധമാണ്. അതുവരെ ശരീഅത്താണെന്ന് അർത്ഥം. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ കുട്ടികൾ മാതാപിതാക്കളുടെ സ്വകാര്യ മുറികളിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിക്കണം. 3 സമയത്ത് അവർ പ്രത്യേകം കടന്നു വരരുത്. ഇങ്ങനെയുള്ള നിയമങ്ങളടക്കം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാണ്. ആ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നത്. ആ ശരീഅത്ത് നിയമങ്ങൾ വളരെ സവിസ്തരം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഹലാൽ ഹറാമുകളുടെ ചർച്ചകൾ നടക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും എന്തോ ഒരു ഹോട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടതാണത് എന്ന്. യഥാർത്ഥത്തിൽ അതിനൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ വലിയ അടിസ്ഥാനമുണ്ട്. അതായത് ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം ഗൗരവമുള്ളതാണെന്നൊക്കെ അവർ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് മതങ്ങളിലൊന്നും കാണാത്ത ചില കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഒരാൾക്ക് മറ്റു മതത്തിൽ അവരുടെ ദൈവത്തൊന്ന് ആരാധിക്കുക, ഇടയ്ക്ക് ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ ആ പേരില്ലെങ്കിൽ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ആ മതക്കാരനായി. ഇസ്ലാം പറയുന്നത് നിങ്ങൾ കേവലം നിസ്കാരവും നോമ്പും സമർപ്പിച്ചാൽ പോരാ, നിങ്ങളുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കണം എന്ന് അല്ലാഹു തആല നിസ്കാരത്തിൽ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നുണ്ട്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ഈ നമസ്കാരവും എൻ്റെ ആരാധനകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ അള്ളാഹുവിനാണ്. അള്ളാഹു പറയാത്ത ഒരു വ്യവസ്ഥയും എനിക്കില്ല. എൻ്റെ എല്ലാ ജീവിതരംഗവും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ മുസ്ലിമായ പോരാ, നോമ്പിൽ മുസ്ലിമായ പോരാ,
സക്കാത്തിലും ഹജ്ജിലും മുസ്ലിമായാൽ പോരാ, അയാളുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇടപാടുകളിലും സമീപനങ്ങളിലുമൊക്കെ ഇസ്ലാമായിരിക്കണം എന്നാണ് ഇസ്ലാം മനുഷ്യരെ കർശനമായി പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെ ഗൗരവപൂർവ്വം കാണേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കണം. ഇസ്ലാമിന് അതിൻ്റെ വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്താൽ പറ്റൂല. ഇന്ന് ഹലാൽ ഹറാമിൻ്റെ ആ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത എന്താണ്? ഇന്ന വിഷയം ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഇന്ന വിഷയം ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു വ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞൊരു തർക്കം. മുസ്ലിം പറയുന്നത് ഞാൻ എന്ത് തിന്നണം, എന്തൊക്കെ തിന്നാം എന്നെനിക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, എന്തെല്ലാം തിന്നരുത് എന്നെന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം എന്നെന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട്. ആ ഹലാൽ ഭക്ഷണത്തിൽ മാത്രമല്ല, ഇന്ന വസ്ത്രം ധരിക്കണം എന്നത് ഇസ്ലാം കൽപ്പിച്ച ഭാഗമാണ്. ഇസ്ലാമിനെ ഇത്രയും ഭീകരമായി ചിത്രീകരിക്കുന്ന ഇസ്ലാം വിരുദ്ധരായ ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിങ്ങൾ അവരുടെ ഒരു ആത്മീയ തലത്തിൽ മാത്രം ഇസ്ലാമിനെ കാണുന്നില്ല എന്ന പ്രശ്നമാണ്. അവരുടെ സാമൂഹിക ജീവിതം ഇസ്ലാമാക്കിയിരിക്കുന്നു, അവരുടെ കുടുംബജീവിതം ഇസ്ലാമാക്കിയിരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഇസ്ലാം. ഇതാണ് ഇസ്ലാം വിരുദ്ധരായ ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണം. അതിനുള്ള വ്യക്തമായ മറുപടി, ഇസ്ലാം കേവലം ഒരു മതമല്ല, അതൊരു ജീവിത വ്യവസ്ഥയാണ്. തങ്ങളുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരം അള്ളാഹ്ക്കാണ്, വേറൊരാൾക്കും ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എൻ്റെ ഈ കണ്ണിന് ഞാൻ പറയാം എൻ്റെ കണ്ണ് എന്നാണ്. ആ കണ്ണ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് പോലും അധികാരമില്ല. കാരണം ഈ കണ്ണ് ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ കണ്ണിൻ്റെ മേലെ എനിക്ക് അധികാരവുമില്ല. കാരണം ഈ പ്രായം എത്തുന്നതിനേക്കാൾ മുമ്പ് കണ്ണട വെക്കാതെ ഏത് ചെറിയ അക്ഷരങ്ങളും വായിക്കാൻ ഈ കണ്ണിന് എനിക്ക് കഴിയുമായി. ഞാൻ ആഗ്രഹിക്കാതെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ കണ്ണിൻ്റെ മേൽ എനിക്ക് പോലും അധികാരമില്ല. ഈ കണ്ണിൻ്റെ മേൽ നിങ്ങൾക്കാർക്കും അധികാരമില്ല. ലോകത്തൊരാളും ഈ കണ്ണിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജനന പ്രക്രിയയിൽ അള്ളാഹ് നിശ്ചയിച്ച പോലെ പങ്കാളികളാണെങ്കിൽ പോലും ഞാൻ ജനിച്ച് പുറത്തു വരുന്നത് വരെ ആണാ പെണ്ണാന്ന് പോലും അറിഞ്ഞുകൂടാത്തവരായിരുന്നു അവർ. അവർക്കും എൻ്റെ മേൽ അധികാരമില്ല. എൻ്റെ കണ്ണിൻ്റെ മേൽ അധികാരമുള്ളത് എൻ്റെ കണ്ണ് സൃഷ്ടിച്ച അല്ലാഹു തആലാക്ക് മാത്രം. അതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കാണാം, എന്ത് കാണരുത് എന്നോട് കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹു തആലാക്ക് മാത്രമാകുന്നു. എൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നോട് കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹു തആലാക്ക് മാത്രമാകുന്നു. എനിക്ക് കുടിക്കാൻ വേണ്ട വെള്ളവും ശ്വസിക്കാൻ വേണ്ട വായുവും ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണവും ജീവിക്കാൻ വേണ്ട സംവിധാനവും എനിക്കൊരുക്കി തന്നത് അല്ലാഹുവാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്നോട് പറയാനുള്ള അധികാരവും എൻ്റെ ജീവിതം ഒരുക്കി തന്ന ജീവിതത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു തആലാക്ക് മാത്രമാകുന്നു. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് നിസ്കാരത്തിൽ പോരാ. നിസ്കാരം ജീവിതം നന്നാക്കാനുള്ള കർമ്മമാണ്. ബാക്കി ജീവിതത്തിൽ ഇഖാമത്തു സ്വലാത്തിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത് ആ നിസ്കാരം അടുത്ത വക്ത് വരെ നിലനിർത്താനാണ്. നമസ്കാരത്തിൽ അല്ലാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഊർജ്ജസ്വലമാക്കി ബാക്കി സമയം അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാണ്. അതുകൊണ്ട് ആളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അയാളോട് അല്ലാഹു തആല ചോദിക്കുന്ന അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ ജീവിതം എവിടെ ചെലവഴിച്ചു എന്നാണ്. അതേപോലെ മാജിഹി അവൻ്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. സമ്പത്തിൻ്റെ മുഴുവൻ പരമാധികാരം അല്ലാഹ്ക്ക്. ഇസ്ലാമിൻ്റെ ഒരു ഘടന നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരം അല്ലാഹുവിന് തൽക്കാലം ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് മുഴുവൻ കാശും എങ്ങനെ കിട്ടി, എങ്ങനെ ചെലവഴിച്ചു അല്ലാഹുവിൻ്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കണം. ആയുസ്സിൻ്റെ ഓരോ സെക്കൻഡും എവിടെ ചെലവഴിച്ചു എന്ന് അല്ലാഹുവിൻ്റെ കോടതിയിൽ കണക്ക് പറയാതെ കാല് മുന്നോട്ട് വെക്കാൻ അല്ലാഹു തആല അനുവദിക്കില്ല.
വിഷയത്തെ നമ്മളിങ്ങനെ കണ്ടാൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ ആസൂത്രിതമായി ഇസ്ലാം വിരുദ്ധ ശക്തികൾ മുസ്ലിങ്ങളെ കേവലം ചില ചടങ്ങുകൾ മാത്രം ചെയ്യുന്ന ഒരു ദുർബല സമൂഹമാക്കി മാറ്റാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്നുണ്ട്. ആസൂത്രിതമായ ശ്രമം. അവർ പറയുന്നു, നിങ്ങൾ മതമനുസരിച്ച് ജീവിച്ചോ, പക്ഷേ നിങ്ങൾ എന്തിനായി വസ്ത്രത്തിമ വാശി പിടിക്കുന്നത്? നിങ്ങൾ മുസ്ലിമായി ജീവിച്ചോ, പക്ഷേ നിങ്ങൾ എന്തിനാ ഭക്ഷണത്തിമ വാശി പിടിക്കുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് പള്ളിയിൽ നിസ്കരിച്ചോളി, പക്ഷേ നിങ്ങൾ എന്തിനാണ് അതിസ്ലാം ഇതിസ്ലാം ഈ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്? അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതിനെ തീവ്രവാദത്തിൻ്റെ വിഷയമായി അവതരിപ്പിക്കുക. വളരെ കൃത്യമായി നമുക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചത് ജീവിതത്തിൽ മുഴുവനാണ്. അതിനൊരു തടസ്സവും ഈ രാജ്യത്ത് പറയുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾ റബ്ബായി സ്വീകരിച്ചത് നിസ്കരിക്കുന്നിടത്ത് മാത്രമല്ല, ജീവിതത്തിൻ്റെ റബ്ബായിട്ടാണ് സ്വീകരിച്ചത് അള്ളാഹുവിനെ. ഞങ്ങൾ നിയമനിർമ്മാണം നടത്താൻ അള്ളാഹുവിനേക്കാൾ വലിയൊരു ശക്തിയും ലോകത്തില്ല. മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ അവർക്ക് ചില നിയമങ്ങളൊക്കെ വേണമല്ലോ. നമ്മളിപ്പോൾ ഏത് കാര്യത്തിനും നിയമങ്ങൾ വേണം. നിയമങ്ങളില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ കൈ നീട്ടാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതായത് ഒരാളുടെ ശരീരത്തിൽ തട്ടാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഒരു വാഹനം ഓടുമ്പോൾ ഒരു കവലയിൽ ട്രാഫിക് ഇല്ലാതിരിക്കാൻ അവിടെ ചില നിയമങ്ങൾ വേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മേൽ നിയമനിർമ്മാണം നടത്താൻ മനുഷ്യന് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് ചില രാജ്യങ്ങളിൽ വർണ്ണ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ വന്നത്. കാരണം ഉയർന്ന വർണ്ണമുള്ളവൻ താഴ്ന്ന വർണ്ണമുള്ളവനെ നിസ്സാരനായി കണ്ടു. അതുകൊണ്ടാണ് മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ മേൽ നിയമനിർമ്മാണം നടത്തിയാൽ അത് മനുഷ്യന് നാശമാണ് ഉണ്ടാക്കുക, മനുഷ്യന് വിജയമുണ്ടാക്കുകയില്ല. മനുഷ്യൻ്റെ മേൽ നിയമനിർമ്മാണം നടത്താൻ ആർക്കേ അധികാരമുള്ളൂ? മനുഷ്യനെ മുഴുവൻ പടച്ച, മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും പ്രകൃതിയും അറിയുന്ന അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇസ്ലാം അടിസ്ഥാനപരമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചു. എല്ലാ നിയമങ്ങളും തമാശയ്ക്ക് പഠിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ കുടുംബജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, വസ്ത്രരംഗത്ത്, ഓരോ രംഗത്തും എന്ത് പാലിക്കണമെന്ന് പറഞ്ഞ നിയമം തമാശയ്ക്ക് തന്നതല്ല, പാലിക്കാൻ വേണ്ടി തന്നതാണ്. നാളെ അല്ലാഹു തആല അതിനെക്കുറിച്ച് ചോദിക്കും. നമ്മൾ ചെറിയ സൂറത്തിൽ അസീൽ പഠിക്കുന്നുണ്ടല്ലോ, വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നു വ്യക്തമായൊരു പ്രമാണത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, ആ പ്രമാണത്തിൽ നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രമല്ല ഉള്ളത് കേട്ടോ. അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ വരുന്നത്. അതിനെപ്പോലും മുഴുവൻ നിഷ്ഫലമാക്കി പറ്റുന്ന ചില കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡാക്കുന്നുണ്ട്. ഒന്നും റെക്കോർഡാക്കൂലെങ്കിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു, നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവിതം മുഴുവൻ ഇസ്ലാമാക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രഥമ സമൂഹത്തെ എടുത്തു നോക്കിയേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് ഇമാമത്തിക്കണം മൊയ്ലേർ മാത്രമായിരുന്നില്ല കേട്ടോ. അദ്ദേഹമായിരുന്നു ആ സമൂഹത്തിൻ്റെ മുഴുവൻ വിഷയത്തിൻ്റെയും നേതാവ്. ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ് അവർ വസ്ത്രം ധരിച്ചത്, ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ് അവർ ജീവിച്ചത്, ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ് അവർ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്തത്, ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വരുമ്പോൾ മാത്രം റസൂലിൻ്റെ കൂടെ കൂടുകയും നിസ്കാരം കഴിഞ്ഞാൽ വേറെ വഴിക്ക് അബൂജഹലിൻ്റെയും ഉത്ബത്തിൻ്റെയും ശൈബത്തിൻ്റെയും കൂടെ പോവുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന് സമർപ്പിക്കുകയായിരുന്നു. കാരണം ഇസ്ലാം ഒരു സമഗ്രമായ സമ്പൂർണ്ണമായ ഒരു ജീവിത പദ്ധതിയായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ സമ്പൂർണ്ണമാണ്, സമൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കാത്തവൻ കാഫിറാണ്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഫാസിഖാൻ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാദിമൂൻ, അക്രമിയാണ്, അധർമ്മകാരിയാണ്. അക്രമിയാണ്, അധർമ്മകാരിയാണ്, സത്യനിഷേധിയാണ്. അപ്പം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടത് ഖുർആനായിരിക്കണം.
കാരണം ആ വിശുദ്ധ ഖുർആൻ, ചില ആളുകൾ പറയാറുണ്ട് ശരീഅത്ത് നിയമങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളല്ലേ. അല്ല, ശരീഅത്ത് നിയമങ്ങൾ ഈ ദുനിയാവ് നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യപ്രകൃതി അറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയമമാണ്. 6-ാം നൂറ്റാണ്ടിൽ അറബികളിരുന്ന് എഴുതിണ്ടാക്കിയ നിയമമല്ല ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ. മനുഷ്യന് കണ്ണും കയ്യും കാലും കാതും ഹൃദയവും നൽകിയ, മനുഷ്യനെ അന്യൂനമായി സൃഷ്ടിച്ച, മനുഷ്യന് വേണ്ടി പ്രപഞ്ചത്തെ സാന്ദർഭികമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമമാണ് ശരീഅത്ത് നിയമങ്ങൾ. അതുകൊണ്ട് ശരീഅത്ത് നിയമങ്ങൾ 14 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ. ഇന്ന ശരീഅത്ത് നിയമം അബദ്ധമാണെന്ന് പറഞ്ഞോ. ഒരു കാലത്ത് പലിശ വലിയ സംഭവമായിട്ട് പറഞ്ഞിരുന്ന കാര്യം അവസാനം ഇപ്പം എന്തെത്തിയിരിക്കുന്നു? ലോക എക്കോണമി പറഞ്ഞിരിക്കുന്നു പലിശയാണ് ലോകത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്നത്. നമ്മുടെ രാജ്യമൊക്കെ അതിൽ പെട്ടല്ലേ. രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ സിംഹഭാഗവും പലിശയല്ലേ വിടുന്നത്. ഈ രാജ്യം എത്ര കാലം കഴിഞ്ഞിട്ടും പട്ടിണിപ്പാവങ്ങൾ ഈ രാജ്യത്തുണ്ടാകാൻ കാരണം ഭീമമായ പലിശയിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനയല്ലേ. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമത്തിന് ഒരു പോറലും പറ്റിയിട്ടില്ല, ഒരു വിഷയത്തിലും പറ്റിയിട്ടില്ല. കാരണം എന്താ? ഇത് 4 അറബികൾ കുത്തിരുന്ന് എഴുതിണ്ടാക്കിയതല്ല. പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച അല്ലാഹു തആലയുടെ നിയമമാണ് ശരീഅത്ത് നിയമങ്ങൾ. ശരീഅത്ത് നിയമങ്ങൾ അല്ലാഹുവിൻ്റെതാണ്. ഇപ്പോൾ ആ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പങ്ങൾ വന്നു. അവസാനം ഇപ്പോൾ പഴയ തുണിയഴിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ആളുകൾ പോലും ഇപ്പോൾ മാന്യതയുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലിശാധിഷ്ഠിത വ്യവസ്ഥയ്ക്ക് പകരം ഇസ്ലാമിൻ്റെ സദക്കാ വ്യവസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇസ്ലാമിക ശരീഅത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നത് വിശ്വാസിയുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. എല്ലാ വിഷയത്തിലും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ഇലാഹാക്കാൻ കഴിയണം. ഇസ്ലാം സമഗ്രമാണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ഇലാഹാക്കണമെങ്കിൽ അതിനുതകുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതി അള്ളാഹു തആല നൽകണം. അതിനേറ്റവും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്നോട് കൽപ്പിക്കാനുള്ള പരമാധികാരം എൻ്റെ റബ്ബിനാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. എനിക്ക് പോലുമില്ല. ഒരാൾ പറയണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അയാളെ ഇലാഹാക്കി എന്നാണ് അതിനർത്ഥം. അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ. ഒരാൾ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറഞ്ഞ ആളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ പൂർണ്ണമായും മുറുകെ പിടിക്കുക. ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർ പഠിക്കുമ്പോൾ അവർക്കൊക്കെ തോന്നുന്ന വസ്തുത അതാണ്. അല്ലാതെ ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ ഭീകരമാണെന്ന് പറയാൻ കഴിയുന്ന മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധം ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. ആയുധം മുഴുവൻ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ കയ്യിലല്ലേ. ആറ്റം ബോംബ് മുഴുവൻ അവരുടെ കയ്യിലല്ലേ. മിസൈലുകൾ മുഴുവൻ അവരുടെ കയ്യിലല്ലേ. ലോകത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് കോടിക്കണക്കിന് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയത് അവരല്ലേ. മുസ്ലിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? വടക്കോ വാണം വിടാനറിയോ? അവരെന്ത് അക്രമ ലോകത്ത് കാണിച്ചിട്ടുള്ളത്? പക്ഷേ ഇസ്ലാം ഭീകരമാണെന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം കേവലം നിസ്കരിക്കാനും നോമ്പൊക്കാനും സക്കാത്ത് കൊടുക്കാനും മാത്രമല്ല പഠിപ്പിക്കുന്നത്. അധർമ്മത്തിനെതിരെ പൊരുതാനും അനീതിക്കെതിരെ ശബ്ദിക്കാനും അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനത്തിനും വേണ്ടി ശബ്ദിക്കാനാക്കുവാനും ചെയ്യുന്ന വേദഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ മനുഷ്യരെ വിമോചിപ്പിക്കണം ഈ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കെതിരെ അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെ ശബ്ദിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മർദ്ദിതർക്ക് വേണ്ടി, മർദ്ദിതരായ പീഡിതരായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇതൊരു കേവല പാരായണ ഗ്രന്ഥമല്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാലത്ത് കിസ്റയുടെയും കൈസറിൻ്റെയും ആണിക്കല്ല് തകർത്തത് ഈ വേദഗ്രന്ഥമാണ്. അതിൽ നേതൃത്വം കൊടുത്തത് ഈ പ്രവാചകനാണ്. ആ വേദഗ്രന്ഥത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥം ഭീകരമാണെന്നാണ് അവർ പറയുന്നത്. ആ പ്രവാചകനെ ഉമ്മയേക്കാളേറെ 150 കോടി മനുഷ്യർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ജനത ഭീകരമാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു കാലത്ത് കിസ്റയുടെയും കൈസറിൻ്റെയും ആണിക്കല്ല് തകർത്തെങ്കിൽ ഇന്ന് കിസ്റയുടെയും കൈസറിൻ്റെയും പിന്നെ അനന്തരാവകാശികളായി മാറിയിട്ടുള്ളത് ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളും ലോകത്തിലെ കോർപ്പറേറ്റ് ശക്തികളും ഇസ്ലാം വിരുദ്ധ ശക്തികളുമാണ്. അതുകൊണ്ട് അവർ ഉറക്കെ ഉച്ചസ്ഥലം പറയും, ഇസ്ലാം ഭീകരമാണ്, ഭീകരമാണ്, ഭീകരമാണ്. കാരണം എന്ത് തിന്നണമെങ്കിൽ അള്ള പറഞ്ഞ് നോക്കി തിന്നുന്ന ആൾക്കാർ, എന്ത് കുടിക്കണോ അത് അള്ള പറഞ്ഞ് നോക്കി കുടിക്കുന്ന ആൾക്കാർ, എന്ത് ധരിക്കണോ പടച്ചോൻ പറഞ്ഞത് നോക്കി ധരിക്കുന്ന ആളുകൾ, എങ്ങനെ ജീവിക്കണോ പടച്ചോൻ പറഞ്ഞ പോലെ ജീവിക്കണം എന്ന് പറയുന്ന ആളുകൾ ഭീകരന്മാരാണ്. അതേസമയം
4 നിസ്കാര പരിപാടിയും മാത്രമേ ഉള്ളൂ ദൈവമായിട്ടുള്ള ബന്ധമുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. അമേരിക്ക വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പള്ളി ഉണ്ടാക്കി തരും, മോഡിയും ഇഷ്ടം പോലെ പള്ളി ഉണ്ടാക്കി തരും, ഒരു സംശയമില്ല. പക്ഷേ വേറൊന്നും ചെയ്യാൻ പാടില്ല, നിസ്കരിക്കുക, നോക്കുക, പരിപാടി കഴിയും. അങ്ങനെ കേവലം ആത്മീയതയിൽ അധിഷ്ഠിതമായൊരു ഇസ്ലാമാണെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ ഒരു ഇസ്ലാമിനെ വേദഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. പകരം ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ യഥാർത്ഥ ഇലാഹാക്കി, ഇസ്ലാമിനെ സ്വന്തം ജീവിത വ്യവസ്ഥയാക്കി, ആ മുഹമ്മദ് റസൂലുള്ള കാണിച്ചു തന്ന സമ്പൂർണ്ണ ഇസ്ലാമിക സമർപ്പണത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുക. അവരുടെ റെക്കോർഡാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട റെക്കോർഡായി തീരുക. അവർ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ മാർക്ക് കിട്ടി വിജയിക്കുന്നവരായി തീരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.